of HCF to LCM of the least composite number and the least prime number is. ഏറ്റവും ചെറിയ കോമ്പോസിറ്റ് നമ്പറിൻ്റെയും ഏറ്റവും ചെറിയ പ്രൈം നമ്പറിൻ്റെയും HCFൻ്റെയും LCMൻ്റെയും തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കുക. ഇതാണ് ചോദ്യം. ലീസ്റ്റ് പ്രൈം നമ്പർ ഈക്വൽ ടു 2 ആണ്. അതേ സ്ഥാനത്ത് ലീസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ ഈക്വൽ ടു 4 ആണ്. കാരണം 1 നെയ്തർ പ്രൈം നോർ കോമ്പോസിറ്റ്, അത് കോമ്പോസിറ്റും അല്ല അതുപോലെ പ്രൈമും അല്ല. 2 അത് പ്രൈം നമ്പറാണ്, കാരണം 1 × 2 2. 3 1 × 3 3. അതേ സ്ഥാനത്ത് 4 1 × 4 ഈക്വൽ ടു 4 എന്നും 2 × 2 ഈക്വൽ ടു 4 എന്നും രണ്ട് രൂപത്തിൽ നമുക്ക് 4നെ ഫാക്ടറൈസേഷൻ ചെയ്യാം. അതുകൊണ്ട് തന്നെ 4 ആണ് ഏറ്റവും ചെറിയ കോമ്പോസിറ്റ് നമ്പർ. അതുകൊണ്ട് ലീസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ ഈസ് ഈക്വൽ ടു 4. ഇനി ഈ 2ൻ്റെയും 4ൻ്റെയും LCMും HCFും നമ്മൾ കണ്ടുപിടിക്കുക. ഇവിടെ HCF കാണുന്നത് 2ൻ്റെ ഫാക്ടേഴ്സ് ആകുന്ന 2, അതുപോലെ 4ൻ്റെ ഫാക്ടേഴ്സ് ആകുന്ന 2 × 2 ഈക്വൽ ടു 2². ഇതാണ് ഇങ്ങനെ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ഈ 2ൻ്റെ ഫാക്ടർ 2ഉം 4ൻ്റെ ഫാക്ടേഴ്സ് 2 × 2 2². ഇതിൽ നിന്ന് ഏറ്റവും കോമണായി കിടക്കുന്ന 2 എന്ന നമ്പറിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. 2 എന്ന നമ്പറിനെ സെലക്ട് ചെയ്യുന്നു. അതാണ് HCF 2. LCM ഈ ഫാക്ടറുകളിൽ ഏറ്റവും വലിയ പവറുള്ള നമ്പറിനെയാണ് LCM ആയി നമ്മൾ സെലക്ട് ചെയ്യാം. അതായത് 2². ഇവിടെ 2 ഉണ്ട്, 4ൻ്റെത് 2² ആണ്. ഈ 2² ആണ് ഏറ്റവും വലിയ പവർ. അതുകൊണ്ട് 2² എന്നനുസരിച്ച് 2² ഈക്വൽ ടു 4. അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് നമ്പർ ലീസ്റ്റ് പ്രൈം നമ്പർ ആകുന്ന 2ൻ്റെയും ലീസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ ആകുന്ന 4ൻ്റെയും HCF 2ഉം LCM 4ഉമാണ്. ഇനി അതിൻ്റെ റേഷ്യോ ആണ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് HCF ഈസ് ടു LCM ഈക്വൽ ടു 2:4. ഇവിടെ ഇതിനെ ഷോർട്ടസ്റ്റ് ഫോമിലേക്ക് മാറ്റുമ്പോൾ 1:2. അപ്പോൾ ആൻസർ 1:2. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലെ ആൻസർ ലീസ്റ്റ് പ്രൈം ഫാക്ടർ നമ്പറിൻ്റെയും ലീസ്റ്റ് കോമ്പോസിറ്റ് നമ്പറിൻ്റെയും റേഷ്യോ ആൻസർ 1:2. ഓക്കെ, താങ്ക് യു.